വാട്ടർ അതോറിറ്റി ട്രഷറി അക്കൗണ്ടിൽ നിക്ഷേപിച്ച 770 കോടി രൂപ കാണാനില്ല. ശമ്പളത്തിനും ആനുകൂല്യത്തിനും അടക്കം പണം തികയാത്തതോടെ നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD ജലവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഫണ്ടുകൾ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ വർഷം 770 കോടി രൂപ ഖജനാവിലിട്ടത്. 24 എക്സ്ക്ലൂസീവ്. വർഷാവസാനം വായ്പ എടുക്കാൻ ട്രഷറി ബാലൻസ് കുറച്ചു കാണിക്കുന്നതും പണം വകമാറ്റുന്നതും പിന്നീട് അനുവദിക്കുന്നതും സർക്കാരിന്റെ പതിവ് രീതിയാണ്. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പണം തിരികെ അതാത് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതാണ് പതിവ്. ഇതാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി ഒരു മാസമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് സർക്കാർ പിൻവലിച്ച തുക തിരികെ നൽകിയിട്ടില്ല. പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 10 വാട്ടർ അതോറിറ്റി MD K ജീവൻ ബാബു IAS കത്ത് നൽകിയെങ്കിലും സർക്കാർ മൗനം തുടരുകയാണ്. പണം ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാൻ വേണ്ടിയുള്ളതാണെന്നും വാട്ടർ അതോറിറ്റി MD കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിക്ഷേപിച്ച 770 കോടിയിൽ 719 കോടിയും കേന്ദ്ര പദ്ധതിയിലൂടെ വാട്ടർ അതോറിറ്റിക്ക് കിട്ടിയതാണ്. തദ്ദേശ സ്ഥാപന പരിധികളിൽ പൊതു ടാപ്പ് സ്ഥാപിക്കുന്നതിനുള്ള കുടിശ്ശിക ഇനത്തിലാണ് 719 കോടി രൂപ റവന്യൂ വരുമാനമായി വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 1397 കോടി രൂപയുടെ ബാധ്യതകൾ കേരള വാട്ടർ അതോറിറ്റിക്കുണ്ട്. കൂടാതെ വകുപ്പിന് കീഴിൽ പല പദ്ധതികളും കരാർ നൽകിയിട്ടുമുണ്ട്. പണം നഷ്ടമായതോടെ പദ്ധതികളുടെ നടത്തിപ്പടക്കം താളം തെറ്റുമെന്ന അവസ്ഥയിലാണ് വാട്ടർ അതോറിറ്റി. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.